Hello dear child, welcome to Kids Area Online. ഇന്ന് നമ്മൾ മലയാളം പഠിക്കുവാൻ പോകുവാണ്. റെഡിയാണോ? ഇതിനു മുൻപുള്ള ക്ലാസ്സുകൾ കണ്ടല്ലോ. കാണാത്തവർ ആ ക്ലാസ്സുകൾ കാണുക, അതിനുശേഷം ഈ ക്ലാസ് കാണുക. ഓക്കെ, പഠിക്കാം. കഴിഞ്ഞ ക്ലാസ്സൊക്കെ പഠിച്ചവർക്ക് ഈ ക്ലാസ് പഠിക്കാം. ഓക്കെ ഡിയർ പാരൻസ്, ഇതുവരെയും കിഡ്സ് ഏരിയ ഓൺലൈൻ എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. നമുക്ക് ക്ലാസ്സിലേക്ക് പോയാലോ? ഇന്ന് നമ്മൾ പഠിക്കുവാനായി പോകുന്നതാണ് ഒരു പാട്ടാണ്. പാടാം. എന്തിനെ കുറിച്ചുള്ള പാട്ടാണെന്നറിയാവോ? ഇതെന്താണ്? വീട്. എന്താ? വീട്. വീടിനെ കുറിച്ചുള്ള പാട്ടാണ് ഇന്ന് നമ്മൾ പഠിക്കുവാനായി പോകുന്നത്. ആദ്യം ടീച്ചർ പറഞ്ഞു തരാം, അതിനുശേഷം പാടാൻ പഠിക്കാം. ഓക്കെ? വീട് നല്ല വീട്, വീട് നല്ല വീട്, ഞാൻ വരച്ച വീട്, ഞാൻ വരച്ച വീട്, വീട് നല്ല വീട്, ഞാൻ വരച്ച വീട്, എന്തു നല്ല വീട്, എന്തു നല്ല വീട്, എൻ്റെ സ്വന്തം വീട്, എൻ്റെ സ്വന്തം വീട്. ഇനി ടീച്ചർ പറയുമ്പോൾ കൂടെ പറയാം. വീട് നല്ല വീട്, ഞാൻ വരച്ച വീട്, എന്തു നല്ല വീട്, എൻ്റെ സ്വന്തം വീട്. ഇനി നമുക്കിത് പാടിയാലോ? പാടാം. ഓക്കെ, പാടിക്കോളൂ. വീടു നല്ല വീട്, ഞാൻ വരച്ച വീട്, എന്തു നല്ല വീട്, എൻ്റെ സ്വന്തം വീട്. വീടു നല്ല വീട്, ഞാൻ വരച്ച വീട്, എന്തു നല്ല വീട്, എൻ്റെ സ്വന്തം വീട്. വീടു നല്ല വീട്, ഞാൻ വരച്ച വീട്, എന്തു നല്ല വീട്, എൻ്റെ സ്വന്തം വീട്. വീടു നല്ല വീട്, ഞാൻ വരച്ച വീട്, എന്തു നല്ല വീട്, എൻ്റെ സ്വന്തം വീട്. വീടു നല്ല വീട്, ഞാൻ വരച്ച വീട്, എന്തു നല്ല വീട്, എൻ്റെ സ്വന്തം വീട്. വീടു നല്ല വീട്, ഞാൻ വരച്ച വീട്, എന്തു നല്ല വീട്, എൻ്റെ സ്വന്തം വീട്. ഇഷ്ടായോ? ഇഷ്ടായി. അപ്പോഴേ വീടിനെ കുറിച്ച് നിങ്ങൾ പാട്ട് പഠിച്ചു. ഞാൻ വരച്ച വീട്. നിങ്ങൾക്ക് വീട് വരയ്ക്കുവാൻ അറിയാവോ? വീട് വരയ്ക്കാം. വേഗത്തിൽ പോയി ഒരു ബുക്കും പെൻസിലും കൊണ്ടുവരിക. ബുക്കും പെൻസിലും കൊണ്ടുവന്നേ. റെഡിയായോ? ഓക്കെ. ദാ ടീച്ചർ വീട് വരയ്ക്കുവാൻ പോവുകയാണ്. ഫസ്റ്റ് ടീച്ചർ ദാ താഴേക്ക് 1 പോലെ ഒരു ലൈൻ വരച്ചു. സ്റ്റാൻഡിങ് ലൈൻ കണ്ടോ? 1 പോലെ ഒരു ലൈൻ വരച്ചു. നിങ്ങൾ വരച്ചേ. ലെഫ്റ്റ് സൈഡ്, നമ്മൾ എഴുതി തുടങ്ങുന്ന സൈഡ്, അവിടെ ദാ 1 പോലെ ഒരു സ്റ്റാൻഡിങ് ലൈൻ. റൈറ്റ് സൈഡിൽ വീണ്ടും 1 പോലെ ഒരു സ്റ്റാൻഡിങ് ലൈൻ വരച്ചോ. രണ്ടും ഒരേ ഹൈറ്റാണ് കേട്ടോ, ഒരേ ഉയരമാണ്. തുടങ്ങിയിരിക്കുന്നതും ഒരേപോലെയാണ്, ഹൈറ്റും ഒരുപോലെയാണ്. 2 സ്റ്റാൻഡിങ് ലൈൻസ് വരച്ചായിരുന്നോ? ഇനി ഈ 2 ലൈനുകളെയും താഴെ യോജിപ്പിക്കുക. ദാ ഇതുപോലെ യോജിപ്പിച്ചോ?
രണ്ട് ലൈൻസിനെയും സ്റ്റാൻഡിങ് ലൈൻസിനെയും സ്ലീപ്പിംഗ് ലൈനായിട്ട് യോജിപ്പിക്കുക. വരച്ചായിരുന്നോ? വരച്ചല്ലോ. ദാ മുകളിലും ടീച്ചർ ഒരു ലൈൻ വരയ്ക്കുവാൻ പോകുവാണ്. പക്ഷേ വരയ്ക്കുന്നത് എവിടെ നിന്നാണെന്ന് നോക്കുക. അതിനുശേഷം നിങ്ങൾ വരയ്ക്കുക. അതാ നോക്കിക്കോളൂ, ഇവിടെ നിന്നുമാണ് ടീച്ചർ സ്റ്റാർട്ട് ചെയ്യുന്നത്. കണ്ടോ? ഇവിടെ നിന്നും സ്റ്റാർട്ട് ചെയ്ത് ഇതിന് പുറത്തേക്ക് പോവുകയാണ്. ഈ സ്റ്റാൻഡിങ് ലൈന് പുറത്തേക്ക് ലെഫ്റ്റിലേക്കും റൈറ്റിലേക്കും പോവുകയാണ്. വരച്ചായിരുന്നോ? വരച്ചു. അടുത്ത ടീച്ചർ പറയട്ടെ. ഇനി ടീച്ചർ ദാ ഇവിടെ ഇതിൻ്റെ മുകളിൽ അതുപോലൊരു സ്ലീപ്പിംഗ് ലൈൻ വരയ്ക്കുകയാണ്. പക്ഷേ ദാ ഈ ലൈനിനേക്കാളും ചെറുതാണ്. കണ്ടോ? ചെറിയൊരു സ്ലീപ്പിംഗ് ലൈൻ. ഇവിടെ വലിയൊരു സ്ലീപ്പിംഗ് ലൈൻ, ഇവിടെ ചെറിയൊരു സ്ലീപ്പിംഗ് ലൈൻ. എന്നിട്ടോ ദാ ഇത് തമ്മിൽ കൂട്ടി യോജിപ്പിക്കുകയാണ്. ഇവിടെയും യോജിപ്പിക്കാം. ഇത്രയും വേഗത്തിൽ വരച്ചേ. വരച്ചായിരുന്നോ? എളുപ്പമല്ലേ? ഓക്കെ, അടുത്തെന്താണെന്ന് നോക്കിക്കോളൂ. ഇനി നമുക്ക് ഈ വീടിന് ജനാല വരയ്ക്കണം. എങ്ങനെയാ ജനാല വരയ്ക്കുക? ഇവിടെ ടീച്ചർ ചെറിയ രണ്ട് സ്റ്റാൻഡിങ് ലൈൻ, 1 പോലത്തെ ലൈൻസ് വരയ്ക്കുകയാണ്. നോക്കിക്കോളൂ. സ്റ്റാൻഡിങ് ലൈൻ, അതുപോലെ റൈറ്റ് സൈഡിൽ സ്റ്റാൻഡിങ് ലൈൻ. എന്നിട്ടോ ഈ രണ്ട് ലൈൻസിനെയും തമ്മിൽ യോജിപ്പിക്കുകയാണ്. മുകളിലും യോജിപ്പിക്കുന്നു, താഴെയും യോജിപ്പിക്കുന്നു. വരച്ചോ? ഇനി ടീച്ചർ ദാ ഇതിൻ്റെ മിഡിൽ സെൻറ്ററിൽ വീണ്ടും ഒരു ലൈൻ വരയ്ക്കുന്നു. ഇനി അങ്ങോട്ടേക്ക് ഒരു ലൈൻ വരയ്ക്കുന്നു. ഓക്കെ, ഇതുപോലെ ഇനി ലെഫ്റ്റ് സൈഡിലും ആദ്യം രണ്ട് സ്റ്റാൻഡിങ് ലൈൻ വരയ്ക്കുക. സ്റ്റാൻഡിങ് ലൈൻ, വീണ്ടും ഒരു സ്റ്റാൻഡിങ് ലൈൻ, 1 പോലുള്ള ലൈൻ. ഓക്കെ, ഇത് തമ്മിൽ യോജിപ്പിക്കുക. മുകളിലും താഴെയും യോജിപ്പിക്കുക. മുകളിൽ യോജിപ്പിച്ചു, താഴെ യോജിപ്പിക്കാം. നിങ്ങൾ വരയ്ക്കുന്നുണ്ടല്ലോ. താഴെയും യോജിപ്പിക്കുക. എന്നിട്ടോ ഇതിന് സെൻട്രൽ മിഡിൽ കൂടി ഇതിൻ്റെ മധ്യഭാഗത്തു കൂടി ഒരു ലൈൻ. താഴേക്കും വരയ്ക്കുക, വലത്തോട്ടേക്കും വരയ്ക്കുക. ഓക്കെ, ഇപ്പോൾ എന്തായി? ജനാല വരച്ചു അല്ലേ? ജനാലകൾ ഉണ്ടാക്കി നമ്മൾ. അത് കഴിഞ്ഞോ? ഡോർ, വാതിൽ. ദാ വാതിൽ ടീച്ചർ വരയ്ക്കുവാനായിട്ട് ഈ ജനാലയുടെ മുകളിലുള്ള ഹൈറ്റ് ഉണ്ടല്ലോ, അവിടെ നിന്നും താഴേക്ക് രണ്ട് സ്റ്റാൻഡിങ് ലൈൻ വരയ്ക്കുവാണ്. 1 പോലുള്ള ലൈൻ. കണ്ടോ? ഈ ജനാലയുടെ അതേ ഹൈറ്റിൽ നിന്നുമാണ്. ഇവിടെയും ടീച്ചർ വരയ്ക്കുവാണ്. കണ്ടോ? രണ്ട് സ്റ്റാൻഡിങ് ലൈൻ ജനാലയുടെ അതേ ഉയരത്തിൽ. എന്നിട്ടോ അത് തമ്മിൽ കൂട്ടി യോജിപ്പിക്കുകയാണ്. യോജിപ്പിച്ചു. ഈ ഡോർ തുറക്കുവാനായിട്ടൊരു സ്ഥലമുണ്ടല്ലോ. ദാ ടീച്ചർ അവിടെ ഒരു വൃത്തം വരയ്ക്കുകയാണ്. റൗണ്ട് സർക്കിൾ വരയ്ക്കുകയാണ്. ഓക്കെ, വരച്ചോ? വരച്ചല്ലോ. ഇനി ടീച്ചർ ദാ ഇവിടെ മേൽക്കൂര മുകളിൽ വരയ്ക്കുകയാണ്. ഈ രണ്ട് ലൈൻസിനെയും തമ്മിൽ യോജിപ്പിക്കുവാണ്. ലൈൻസുകൾ തമ്മിൽ യോജിപ്പിക്കുവാണ്. ഓക്കെ, ലൈൻസുകൾ തമ്മിൽ യോജിപ്പിക്കുന്നു. ഇനി ഒരു ലൈൻ കൂടി വരയ്ക്കാം, ഒരു വര കൂടി വരയ്ക്കാം. ഓക്കെ, ഇപ്പോൾ എന്തായി? വീട്, വീട്, നല്ല വീട്, ഞാൻ വരച്ച വീട്, എന്തു നല്ല വീട്, എൻ്റെ സ്വന്തം വീട്. ഈ വീടിന് കളർ നൽകിയാലോ? കളർ നൽകാം. ദാ ടീച്ചർ കളർ നൽകുവാൻ പോവുകയാണ്, നിറം നൽകുവാൻ പോവുകയാണ് കേട്ടോ. ഈ വീടിന് ടീച്ചർ നിറം നൽകുവാണ്. ദാ നിറം നൽകി. ഇഷ്ടായോ? ടീച്ചർ വരച്ച വീട് ഇഷ്ടായോ?
നിങ്ങളും കളർ നൽകണം കേട്ടോ, നിറം നൽകണം. നിങ്ങൾ വരച്ച വീടിന് നിറം നൽകണം. ക്ലാസ് ഇഷ്ടമായല്ലോ? ഓക്കെ ചൈൽഡ്, ബൈ, താങ്ക് യു. വീടു നല്ല വീട്, ഞാൻ വരച്ച വീട്. എന്തു നല്ല വീട്, എൻ്റെ സ്വന്തം വീട്. വീടു നല്ല വീട്, ഞാൻ വരച്ച വീട്. എന്തു നല്ല വീട്, എൻ്റെ സ്വന്തം വീട്.